إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ലോകകപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ മത്സരങ്ങളുടെ ജയപരാജയങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന ചില ജ്യോത്സ്യന്മാർ, ഭാവി ഞങ്ങൾക്കറിയും എന്ന് അവകാശപ്പെടുന്ന ആളുകൾ കളം നിറയുന്ന സമയമാണ്. അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ പലപ്പോഴും റീലുകളിലൂടെയും മറ്റുമൊക്കെ കാണുകയും ഒരു സംസാര വിഷയമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീരാളി, അതുപോലെ തന്നെ പൂച്ച, ഒട്ടകം, തത്ത, ആന തുടങ്ങിയ ജീവികളൊക്കെ മത്സരങ്ങൾ പ്രവചിക്കുന്നു എന്ന പേരിൽ അതിൽ ചിലത് ശരിയാകുന്നത് കാണുന്നുണ്ട്, ചിലത് പരാജയപ്പെടുന്നത് കാണുന്നുണ്ട്. എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പലർക്കും ഇത് നമ്മളൊക്കെ ഒരു കളി നടക്കുമ്പോൾ രണ്ട് ടീമുകളെ നോക്കിക്കൊണ്ട് അതിൽ ഇന്ന ടീം വിജയിക്കുമെന്നും പരാജയപ്പെടുമെന്നൊക്കെ ഒരുപക്ഷെ ഓരോരുത്തർക്കും അനുമാനങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് ശരിയാകാം, ചിലപ്പോൾ അത് തെറ്റാകാം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ നമ്മൾ ഒരു കാര്യത്തിൽ ഒരു പ്രവചനം നടത്തിയാൽ ചിലപ്പോൾ അത് ശരിയാകാം, അല്ലാതിരിക്കാം. അത് നമുക്കെന്തോ ഗൈബ് അറിഞ്ഞ് നമ്മൾക്ക് നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നല്ലോ. ഇത്രയേ ഉള്ളൂ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഭയപ്പെടുന്ന ഒരു വിഷയം, എപ്പോ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള പ്രവചനങ്ങളും അതിൽ പലതും ശരിയാകുന്നതും ഒക്കെയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും, എന്താ ഇവർക്കൊക്കെ ഈ ചില ആളുകൾക്ക് അല്ലെ ചില ജീവികൾക്ക് നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി അറിവുണ്ടാകുമോ എന്ന് വിശ്വസിച്ചാൽ അതിന്റെ അപകടം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത് അത് നമ്മളുടെ വിശ്വാസം തന്നെ, നമ്മളുടെ തൗഹീദിന് തന്നെ പരിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയുള്ള ഒരു വിഷയമാണ് ഈ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ചില ആപ്ലിക്കേഷനുകളിൽ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്താല്
നമ്മളുടെ ഭാവി പ്രവചിക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ ജ്യോത്സ്യം സംവിധാനങ്ങൾ, അതിനെപ്പറ്റിയുള്ള വലിയ പരസ്യങ്ങൾ, അത് ആളുകളിലേക്ക് എത്തിക്കുന്ന, പുതിയ തലമുറയിലേക്ക് അതിന്റെ പുതിയ രീതിയിലുള്ള വേർഷനുകൾ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിഷയത്തിൽ, ഗൈബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഇസ്ലാം പറയുന്ന നിലപാട്, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നിലപാട്, അത് നമ്മൾ വളരെ ക്ലിയറായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ്. അള്ളാഹു എല്ലാം തീരുമാനിച്ചതാണ്. ഖുർആൻ അത് വളരെ വ്യക്തമായും പറയുന്നതാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും, ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും മുസീബത്തുകൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയും സംഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഇതെല്ലാം മുൻപ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കാതിരുന്നിട്ടില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായ ഒരു കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രഖ്യാപിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഖദ്ദറ മഖാദീറൽ ഖലായിഖി ഖബ്ല ഖൽഖിസ് സമാവാതി വൽ അർളി ബി50 അൽഫ സന, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികളെയും എല്ലാം സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ വിധി നിർണയിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കേണ്ടത്, ഓരോ വ്യക്തികളിൽ സംഭവിക്കേണ്ടത് എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. 50,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അപ്പം പടച്ചോന്റെ തീരുമാനപ്രകാരമാണ്. ആ പടച്ചോന്റെ തീരുമാനങ്ങൾ വേറെ ഒരാൾക്കും അറിയൂല, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണത്. ഖുർആൻ പലവേള പറയുന്നുണ്ട്, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോൽ അത് അള്ളാഹുവിന്റെ അടുക്കലാണ്, മറ്റൊരാൾക്കും അത് അറിയുവാൻ കഴിയുകയില്ല എന്നത്. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോൽ അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ മറ്റൊരാളും അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിൽ എന്ത് സംഭവിക്കുന്നു, കരയിൽ എന്ത് സംഭവിക്കുന്നു എന്നതെല്ലാം അത് അള്ളാഹുവിന് അറിയാം. സംഭവിക്കാൻ പോകുന്നതും അള്ളാഹുവിന് അറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഏതെങ്കിലും ഉൾക്കാടിൽ എവിടെയോ ഒരു ഇല പൊടിഞ്ഞു വീഴുമ്പോ അതിനെക്കുറിച്ച് അള്ളാഹു അറിയാതിരിക്കുകയില്ല. വലാ ഹബ്ബത്തിൻ ഫീ ഉലുമാത്തിൽ അർള്, ഭൂമിയുടെ ഇരുട്ടുകളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിസ്സാരമായ വിത്ത്, അത് മുളച്ചു മരമായി വളർന്നു വരുന്നത്, ചെടിയായി നാം വിട്ട് വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഇരുട്ടിലെവിടെയോ വീണ് കിടക്കുന്ന വിത്തിനെ പറ്റിയുള്ള ജ്ഞാനം അത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതോ പച്ചയോ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും അതിനെപ്പറ്റിയുള്ള വിജ്ഞാനം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് ഖുർആൻ വളരെ വ്യക്തമായും നമ്മളോട് പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലാണ് ഇങ്ങനെയുള്ള ജ്ഞാനങ്ങളെല്ലാം. വേറെ ഒരാൾക്കും അങ്ങനെയുള്ള അറിവ് ലഭിക്കുകയില്ല. 5 പ്രധാനപ്പെട്ട ഗൈബിയായ അറിവുകൾ, അള്ളാഹുവിനെ മാത്രം അറിയുന്ന 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തന്നെയും മുഅ്മിനൂനിലൂടെ പറയുന്നുണ്ട്. ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, 5 കാര്യങ്ങൾ, ഗൈബിയായ 5 കാര്യങ്ങൾ അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്തു സംഭവിക്കും എന്നത് ആർക്കല്ലാതെ അറിയൂല, അത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. നാളെ എന്താണ് സംഭവിക്കുക, നാളത്തെ കളിയിൽ ആരാണ് ജയിക്കുക, നാളെ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയൂല. വമാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്, ഈ ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറവുകൾ, അത് ഗർഭം കുറവ് വരുത്തുന്നത് അത് അള്ളാഹു അല്ലാതെ അറിയൂല. ഒരു സ്ത്രീ ഗർഭിണിയായാൽ അത് പൂർണ്ണ ഗർഭത്തോടു കൂടി പ്രസവിക്കോ, അതല്ല ചാപ്പിള്ളയായി അവസാനിക്കുമോ, ഇങ്ങനെ തുടങ്ങിയുള്ള വിജ്ഞാനം അത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. വലാ യഅലമു മതാ യഅതിൽ മതർ,
അഹദുൻ ഇല്ലല്ലാഹ്, എപ്പോഴാണ് മഴ പെയ്യുക എന്നത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അതുപോലെ തന്നെ നാളെ പിന്നെ ഒരാളുടെ മരണം, ഒരാൾ ഏത് സ്ഥലത്ത് വെച്ച് മരിക്കും എന്നത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്നതും ഈ 5 കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നതിൽ ഒന്നാമത്തെ കാര്യം നാളെ എന്തു സംഭവിക്കും എന്ന കാര്യം. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്, പടച്ചോന്റെ ഗൈബിൽപ്പെട്ട കാര്യമാണ്. അതാരെങ്കിലും അറിയുമെന്ന് വാദിച്ചാൽ അത് കുഫറാണ്, അത് പിന്നെ പടച്ചോനെ നിഷേധിക്കലാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ പ്രവചനങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ അതും ഗൗരവമുള്ള കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്പിയാക്കൾക്ക് പോലും അദൃശ്യം അറിയില്ല. അറിയണമെങ്കിൽ അറിയേണ്ടിയിരുന്നത് അമ്പിയാക്കൾക്കാണ്. അമ്പിയാക്കൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അലമുൽ ഗൈബ്, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ അടുക്കലാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയുമെന്നും ഞാൻ പറയുന്നില്ല എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായും ഖുർആൻ പറയുന്നുണ്ട്, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ അടുക്കലാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയും എന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഗൈബ് അറിയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അത് അറിയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ചില ഗൈബിയായ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, പ്രവാചകന്മാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ നുബുവ്വത്തിനുള്ള തെളിവായിക്കൊണ്ട്, മുഅ്ജിസത്തായിക്കൊണ്ട് അള്ളാഹു അറിയിച്ചു കൊടുത്തേക്കാം എന്ന് പറയുന്നതും ഖുർആൻ തന്നെയാണ്. ആലിമുൽ ഗൈബ്, എല്ലാ അദൃശ്യവും അറിയുന്നവൻ അത് അള്ളാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അള്ളാഹു അവന്റെ അദൃശ്യജ്ഞാനത്തെ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മനിർതദാ മിർ റസൂലിൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്കല്ലാതെ. പ്രവാചകന്മാർക്ക് ഗൈബിയായ അറിവുകളിൽപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തേക്കാം. അത് റോമുമായി ബന്ധപ്പെട്ട വിജയപരാജയങ്ങൾ, പേർഷ്യയുമായി ബന്ധപ്പെട്ട ഗുലിബത്തിർ റൂം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പ്രഖ്യാപിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതി തരുന്ന വചനങ്ങൾ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, പ്രവാചകന്മാർക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തേക്കാം. എന്നാൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ കാര്യങ്ങളും അറിയുമോ? തീർച്ചയായും ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ഗൈബിയായ കാര്യങ്ങളും അറിയുകയില്ല എന്നതിന് ഏറ്റവും ഉത്തമമായ തെളിവാണ് ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുണ്ടായ ദുരാരോപണം, ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുണ്ടായ വ്യഭിചാരാരോപണം. ആ ആരോപണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റേതാണ് ശരിയേതാണ് എന്നറിയാതിരുന്ന ദിവസങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയത് ചരിത്രത്തിൽ നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ അപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കേണ്ടതായിരുന്നല്ലോ, ഇതാ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വരുന്നത് കളവാണ്, കള്ളവാർത്തയാണ്, മുനാഫിഖീങ്ങൾ പടച്ചുവിട്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. പ്രഖ്യാപിച്ചില്ല. ഖുർആനിൽ അതിനെപ്പറ്റി സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നതോട് കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലാകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഗൈബിയായ വിജ്ഞാനം, അറിവുകൾ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഒരു കല്യാണ വീട്ടിൽ കുറച്ച് കുട്ടികൾ ചേർന്നുകൊണ്ട് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തന്നെ അതിനെ വിലക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, അമാ ഹാദാ ഫലാ തഖൂലു, നിങ്ങൾ ഇതുപോലെയുള്ളത് നിങ്ങൾ പറയരുത്. മാ യഅലമു ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്തു സംഭവിക്കുമെന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, ഓൺലൈനായോ ഓഫ്ലൈനായോ ഒക്കെ നമ്മുടെ മുന്നിലേക്കൊക്കെ ഈ കടലോരത്തും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് ഈ കൈനോട്ടക്കാരായ ആളുകളൊക്കെ വന്നിട്ട് ഞാൻ ഭാവി പറഞ്ഞുതരാം കൈരേഖ നോക്കിക്കൊണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു രസത്തിന് വേണ്ടി, ഒരു തമാശക്ക് വേണ്ടി, ഒരു കൗതുകത്തിന് വേണ്ടി അവർക്ക് കൈനീട്ടി കൊടുക്കുകയും അതിനോട് സമരസപ്പെടുകയും ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈ, ഒരു അറാഫിന്റെ അടുക്കൽ ഒരാൾ പോയി, അറാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സാധനം കളഞ്ഞു പോയാൽ, നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്റെ അടുത്ത് വന്നോളി, എനിക്കറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അറാഫീങ്ങളുടെ അടുക്കലേക്ക് ആരെങ്കിലും പോവുകയും അവരോട് എന്തെങ്കിലും ചോദിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ
40 ലൈല, 40 രാവുകളിലെ 40 ദിവസങ്ങളിലെ അവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. മാത്രമല്ല വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ഒരാള് ഒരു അറാഫിന്റെയോ അതല്ലെങ്കിൽ ജോത്സ്യന്റെയോ അടുത്ത് പോവുകയും അയാൾ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അവതരിപ്പിച്ച വഹയിൽ ഖുർആനിലും ഹദീസിലും അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് തമാശയല്ല, ഇത് കുട്ടിക്കളിയല്ല, ഇത് ഫുട്ബോളിന്റെ ലാഘവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമല്ല, ഗൗരവമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിന്റെ ഗൈബിന്റെ വിഷയത്തിൽ അതിന്റെ ജ്ഞാനം ഒരാൾക്കും അറിയില്ല എന്നത് നമ്മളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇതൊരു വലിയ രീതിയിൽ നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സുകളിൽ ഇങ്ങനെയുള്ള വികല വിശ്വാസങ്ങൾ കടന്നു കയറുമോ എന്ന ഭയം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ വഴികളിൽ നിന്ന് നാം ഏവരെയും കാത്തു സംരക്ഷിക്കുകയും തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഈ സർവമത സത്യവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പരാമർശിച്ചിരുന്നു. അപ്പോൾ ഒരു വിശ്വാസിയായ ആൾക്കാണ് സ്വർഗം ലഭിക്കുക അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്. അല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ചരിത്രങ്ങളിൽ അറിയപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അവർ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം എന്ന് അള്ളാഹു പറഞ്ഞത് അവർക്ക് ആളുകൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയും അവർക്ക് കിട്ടുന്ന പ്രശസ്തിയും അവർക്ക് ദുനിയാവിൽ കിട്ടുന്ന നന്മകളൊക്കെ അവർക്ക് അതിനുള്ള പ്രതിഫലമായിട്ട് ലഭിക്കുന്നതാണ് എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് പലർക്കും ഉണ്ടായ ഒരു സംശയം, പലരും പങ്കുവച്ച ഒരു സംശയം, ഒരു കഥയുണ്ടല്ലോ, ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ, അയാൾ അത് കാരണം സ്വർഗത്തിൽ പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണല്ലോ, അയാൾ അവിശ്വാസിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവിശ്വാസിയായ അയാൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത്? അയാൾ അവിശ്വാസിയാണ് എന്ന് ആരാണ് പറഞ്ഞത്? എവിടെയാണ് ഹദീസിൽ അദ്ദേഹം അവിശ്വാസിയാണ് എന്ന പരാമർശമുള്ളത്? ആ ഹദീസ് ഇങ്ങനെയാണ്: ബൈനമാ റജുലുൻ യംശീ ബിത്വരീഖിൻ, ഒരു വഴിയിലൂടെ ഒരു മനുഷ്യൻ, ഒരു റജുൽ, അയാൾ മുസ്ലിമോ അമുസ്ലിമോ എന്നൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അയാൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇഷ്തദ്ദ അലൈഹിൽ ആതുഷ്, അയാൾക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു, വല്ലാതെ ദാഹിച്ചു. ഫവജദ ബിഅറൻ, അപ്പൊ ഒരു കിണർ കണ്ടു. ഫനസല ഫീഹാ ഫശരിബ്, ആ കിണറ്റിൽ അദ്ദേഹം ഇറങ്ങി. ആ കിണറ്റിൽ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ചു. സുമ്മ ഖറജ്, ദാഹം ശമിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഫൈദാ കൽബുൻ യൽഹസ് യഅകുലു സറാ മിനൽ ആതഷ്, അപ്പൊ അദ്ദേഹം കാണുന്നത് ഒരു നായ ദാഹിച്ചവശനായി മണ്ണു കപ്പുന്ന ഒരു വല്ലാത്ത കാഴ്ച. പാപം തോന്നി അദ്ദേഹത്തിന്. എന്നിട്ട് ഫഖാല റജുൽ, ആ മനുഷ്യൻ സ്വയം തന്നെ പറയാണ്, ലഖദ് ബലഗ ഹാദൽ കൽബ മിനൽ ആതശി മിസ്ലുല്ലദീ കാന ബലഗ ബി, എനിക്കുള്ളതുപോലത്തെ ഒരു ദാഹം ഈ മിണ്ടാ പ്രാണിക്കും ഈ പാവം ജീവിക്കും ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയും ഫനസലൽ ബിഅറ, വീണ്ടും ആ കിണറ്റിലേക്ക് ഒന്നുകൂടി അദ്ദേഹം ഇറങ്ങി. ഫമലഅ ഖുഫാഹു മാഅൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഖുഫയിൽ, അദ്ദേഹത്തിന്റെ ഈ ഖുഫയ്ക്കുള്ളിൽ വെള്ളം നിറച്ചുകൊണ്ട് സുമ്മ അംസകഹു ബിഫീഹി, എന്നിട്ട് വായ കൊണ്ട് അത് കടിച്ചു പിടിച്ചിട്ട് ഹത്താ റഖിയ, എന്നിട്ട് മുകളിലേക്ക് വരുന്നത് വരെ വായിൽ കടിച്ചു പിടിച്ചിട്ട് അദ്ദേഹം മുകളിലേക്ക് വരാണ്. ഫസഖൽ കൽബ, എന്നിട്ട് മുകളിലെത്തിയപ്പം അദ്ദേഹം ഈ നായക്ക് വെള്ളം കൊടുത്തു. ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു, ഈ സൽക്കർമ്മത്തെ അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചു, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഹദീസിലുള്ളത്. ഇതിൽ ഇദ്ദേഹം അവിശ്വാസിയാണ് എന്ന് പറയുന്നില്ല, ഒരാൾ എന്ന് മാത്രമാണ് പറയുന്നത്. തീർച്ചയായും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ എല്ലാ വിജ്ഞാനങ്ങളും കാര്യങ്ങളും പരിശോധിച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചാൽ ഉറപ്പാണ് അദ്ദേഹം മുസ്ലിമാണ് എന്നുള്ളത്. കാരണം അദ്ദേഹം സ്വർഗത്തിലായി എന്ന് പറയുന്നതോടുകൂടി തന്നെ ഖുർആൻ പറഞ്ഞ കാര്യമാണല്ലോ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ,
ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ഒരാൾ മതമായി പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് അവനോട് നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, പരലോകത്ത് അവൻ നഷ്ടകാരിൽ പെട്ടുപോകും എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രഖ്യാപിച്ചതാണ്. ഇന്നൽ കാഫിറ ഇദാ അമില ഹസനതൻ ഉത്ഇമ ബിഹാ തുഅമതൻ ഫി ദുനിയ. ഒരു അവിശ്വാസിയായ ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ അയാൾ നന്മ ചെയ്താൽ അയാൾക്ക് ദുനിയാവിൽ അതിന്റെ നന്മ കിട്ടുന്നതാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലെ തന്നെ അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ പറ്റിയും സൂറത്തുൽ ഫുർഖാനിന്റെ 23-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവിശ്വാസികളായ ആളുകളുടെ സൽക്കർമ്മങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക്, വിശ്വാസമില്ലാതെ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് നാം മുന്നിടുന്ന സമയത്ത് അത് ധൂളികളായി മാറുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നിഷ്ഫലമായി പോകുന്നതാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന്റെ അമലുകൾ പൊളിഞ്ഞുപോയി എന്ന് പറയുന്നത് പലവേള ഖുർആൻ പറഞ്ഞതാണ്, ഹദീസുകൾ പ്രഖ്യാപിച്ചതാണ്. ഈ ആളുടെ വിഷയത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഒരാൾ എന്ന് മാത്രമാണ്. അയാൾ അവിശ്വാസിയാണ് എന്ന് പറയുവാനുള്ള ഒരു തെളിവുമില്ല എന്നതുകൊണ്ട് തന്നെ അയാൾ വിശ്വാസിയാണ് എന്നത് തന്നെയാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഖുർആനിന്റെ വചനങ്ങളും പരിശോധിക്കുന്ന ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസപരമായ വിഷയങ്ങളിൽ നമ്മളുടെ മനസ്സുകളിൽ വൈകല്യങ്ങൾ കടന്നുകൂടുന്നത് അത് ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദിനെ വളരെ കൃത്യമായും പഠിക്കുവാനുള്ള ശ്രദ്ധയും ശ്രമവും നമ്മളിൽ നിന്നുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. മഴയുടെ പ്രയാസങ്ങൾ പല പ്രദേശങ്ങളിലും അനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. മഴക്കാല രോഗങ്ങളിൽ നിന്ന്, അതിന്റെ കെടുതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും നമ്മുടെ നാടിനെയും സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.